നമസ്കാരം. വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ, വലിയ വിവാദങ്ങൾ, വലിയ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എക്സാലോജിക് CMRL ഇടപാടിലെ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ വന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ആ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ അതിനോട് ചേർന്ന് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പാർട്ടി പലപ്പോഴും തീരുമാനിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കാലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും പാർട്ടിക്ക് സഹിക്കേണ്ടി വരുന്ന ഗതികേടിലേക്കാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എല്ലാവരും പാർട്ടി എന്ന് പറയപ്പെടുന്നത് ഒരു കേന്ദ്രബിന്ദുവായി പിണറായി വിജയനെ കാണുമ്പോൾ ആ തല തന്നെ തെറ്റ് ചെയ്താൽ ആ തല ചെയ്യുന്ന തെറ്റുകളെ വിളിച്ചു പറയുവാൻ, അല്ലെങ്കിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയുവാൻ കെൽപ്പുള്ള, ധൈര്യമുള്ള, നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു സഖാവ് ഇന്ന് ഈ പാർട്ടിയിലുണ്ടോ എന്ന് നമ്മൾ ചികഞ്ഞു നോക്കേണ്ടി വരും. ഇപ്പോൾ അതിന് വലിയൊരു ഉദാഹരണമാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അതായത് ROCയുടെ റിപ്പോർട്ട് വന്നല്ലോ. ആ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജൻ മുന്നോട്ട് വരേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, എത്ര കാലമായി നിങ്ങളൊരു പെൺകുട്ടിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? എന്താണ് അവർ ചെയ്ത തെറ്റ്? ഇവിടെ എത്ര പേർ ഇങ്ങനെ സംരംഭം നടത്തുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്ത്രീത്വത്തെയാണ് ഇതിലൂടെ വേട്ടയാടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജയരാജൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്. പറയേണ്ടി വന്നതാണ്. ROC റിപ്പോർട്ട് എന്നാൽ കോടതി വിധിയൊന്നുമല്ലല്ലോ. ആ റിപ്പോർട്ട് തന്നെ അസംബന്ധമാണ് എന്നാണ് EP ജയരാജൻ പറയുന്നത്. കേന്ദ്ര ഏജൻസികളും BJPയും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന ഒരു പൊറാട്ട് നാടകം, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന, ഇതെല്ലാം എന്ന് അദ്ദേഹം തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാധ്യമ വിചാരണയുണ്ടല്ലോ, ആ മാധ്യമ കശാപ്പാണ് ഇതെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന മാധ്യമ വിചാരണകളെ, മാധ്യമ ചിന്തകളെയൊന്നും പാർട്ടി ഒരിക്കലും കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി പറയാൻ EP ജയരാജൻ തയ്യാറാകുന്നു. EP ജയരാജനെ പോലുള്ള ഒരു LDFിൻ്റെ കൺവീനറിന് ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും? എന്തൊക്കെയോ പൊട്ടിത്തെറിക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ കൂടിയും അതൊന്നും പറയാതെ ഇടതുമുന്നണിയെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇപ്പോൾ EP ജയരാജന് ചെയ്യാൻ കഴിയുക. അത് അദ്ദേഹം മനസ്സോടെയാണെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അല്ലെങ്കിൽ പിന്നെ പാർട്ടിയിലെ അദ്ദേഹം ആരുമല്ലാതാകും. ഇന്ന് മന്ത്രി പോലും അല്ലാതായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് മാത്രം അറിയാം. പക്ഷേ കേരള സമൂഹത്തിന് അറിയാം എന്തുകൊണ്ടാണ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു, പാർട്ടിയോട് കൂറ് ചേർന്ന്, അല്ലെങ്കിൽ പിണറായിയോട് കൂറ് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പാർട്ടിയിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഈ പാർട്ടിയിൽ തന്നെ താൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം EP ജയരാജനും ഒപ്പം തന്നെ ചിലപ്പോൾ G സുധാകരൻ അടക്കമുള്ളവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും. കാരണം അത് ചെയ്താൽ മാത്രമേ പാർട്ടിയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള തരത്തിലേക്ക് ആ പാർട്ടി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്നു വലുതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. വളർച്ച പക്ഷേ പടവലങ്ങ പോലെയാണ് എന്ന് മാത്രം. എന്തായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ CPMനുള്ളിൽ ഒരു പൊട്ടിത്തെറിയുടെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ തന്നെ ഇപ്പോൾ ആകെ ഉള്ളത് ലോക്സഭയിൽ ഒരു സീറ്റ് മാത്രമാണ്, അതുകൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണ്ട എന്ന് ഈ പാർട്ടിയിലെ അണികളും ചില നേതാക്കളും ചില സഖാക്കളും വിചാരിച്ചാൽ ഈ പാർട്ടി പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയെ ഈ പാർട്ടി അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പോകാത്ത ഒരു കാലഘട്ടമായി 1964 നമുക്ക് വീണ്ടും കൊണ്ടുവരുവാൻ ചിലപ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് EP ജയരാജനെ പോലുള്ള സഖാക്കൾ സ്തുതിപാഠകരായി മാറുന്നു. സ്തുതി പാടുന്നത് മറ്റൊന്നുമല്ല, ഈ പെൺകുട്ടിയെ, ഈ പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ എത്രയോ പേർ ഇവിടെ സ്വകാര്യ സംരംഭകരായിട്ടുണ്ട്. അവർ നടത്തുന്ന പ്രസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ളൊരു സമീപനം നിങ്ങളാരും സ്വീകരിക്കുന്നില്ലല്ലോ എന്നതടക്കം തുറന്നു ചോദിക്കുന്ന ഒരു മനസ്സുണ്ട് എന്ന് പറയാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് EP ജയരാജൻ. പക്ഷേ EP ജയരാജൻ്റെ മനസ്സിനുള്ളിൽ കലുഷിതമായ ഒരു മുഖമുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. തന്നെ മന്ത്രിസഭയിൽ നിന്ന് അടക്കം പുറത്താക്കിയ പിണറായി വിജയനോട് തീർത്താൽ തീരാത്ത ഒരു വൈരാഗ്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. എന്തായാലും അത് പക്ഷെ പുറത്തു കാണിക്കാതെ ഇപ്പോൾ വീണയെയും വിജയനെയും ഒക്കെ രക്ഷപ്പെടുത്തുവാനുള്ള തന്ത്രം
LDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരാകണമെന്നുള്ളൊരു ആലോചന വന്നപ്പോൾ മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജനെ മറികടന്നുകൊണ്ട് MV ഗോവിന്ദൻ മാഷിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ചെയ്തത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു EP ജയരാജൻ. അതും അദ്ദേഹം മറന്നിട്ടില്ല. തനിക്ക് എത്തപ്പെടാൻ കഴിയുന്ന അധികാര സ്ഥാനങ്ങളെയൊക്കെ എങ്ങനെ വെട്ടിക്കളയുന്ന പിണറായി വിജയനെ മനസ്സിൽ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടാകും. എന്നെങ്കിലും ഒരിക്കൽ, എവിടെയെങ്കിലും ഒരിക്കൽ ഒരു ഇളക്കം തട്ടുമ്പോൾ ഈ പറയുന്നവരെല്ലാവരും ഒന്നിച്ചു ചേരുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ടാകില്ല. അതുകൊണ്ട് ഇന്ന് പിണറായി വിജയന് സ്തുതിപാഠകരായി മാറേണ്ടി വരുന്ന ഗതികേടിലേക്ക് EP ജയരാജനും G സുധാകരനും അടക്കമുള്ള സഖാക്കൾ മാറുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഗതികേടാണ്. ഓരോ വ്യക്തികളുടെ ഗതികേടിനപ്പുറം ഒരു പാർട്ടിയുടെ ഗതികേടാണെന്ന് പറയേണ്ടി വരും. കാരണം വ്യക്തിപൂജയെ ഇഷ്ടപ്പെടാത്ത, വ്യക്തിപൂജയെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ ഇപ്പോൾ പിണറായി വിജയൻ മാത്രം ഏകാധിപതിയായി മാറി എന്നുള്ളത് ആ പാർട്ടിയുടെ ഗതികേടാണ് എന്ന് പറയേണ്ടി വരും.